ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക്ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഡേറ്റ്സ് വെച്ചിട്ടുള്ള പുളങ്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ഗീ റൈസ്, ബിരിയാണി, അതുപോലെ തന്നെ സാദാ ചോറ് ഇവയുടെ സൈഡ് ഡിഷായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ 10-12 ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുള്ളിയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചെറുള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേക്കപ്പോൾ ഒരു 3 പച്ചമുളക് ഞാൻ വട്ടത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഞാൻ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ചെറിയ പീസാണ് കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളി 2 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒരു തണ്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. 3 ഉണക്കമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതപ്പോൾ മുഴുവനും ചേർത്ത് കൊടുക്കേണ്ട, നമുക്ക് ആവശ്യത്തിന് മാത്രം ഇതിൽ നിന്ന് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പുളിയാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അത് ഞാൻ ചൂടുവെള്ളത്തിൽ ഇതുപോലെ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡേറ്റ്സ് ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഡേറ്റ്സിൻ്റെ പേസ്റ്റ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഡേറ്റ്സിൻ്റെ പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡേറ്റ്സിൻ്റെ പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 10-15 ഡേറ്റ്സ് നിങ്ങൾ എടുത്തിട്ട് കുരുവൊക്കെ റിമൂവ് ചെയ്ത് ഇത് ചൂടുവെള്ളത്തിലിടുക. ഡേറ്റ്സ് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ മിക്സി ജാറിൽ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഡേറ്റ്സിൻ്റെ പേസ്റ്റിലേക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡേറ്റ്സിൻ്റെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 7 ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് ഉള്ളി വഴന്നു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില, കൂടെ തന്നെ ഉണക്കമുന്തിരി, കാഷ്യൂ നട്ട്, ഉണക്കമുളകും കൂടി ഇട്ട് നമുക്കിത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഡേറ്റ്സ് ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറിക്ക്. ഇതുകൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പുളിവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പുളി നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുമ്പോൾ കയ്യിലേക്ക് ആവി തട്ടാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം 1 കപ്പ് പുളിവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി യൂസ് ചെയ്തിട്ട് ഞാൻ പുളി ഒന്നുകൂടെ പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സിൻ്റെ പേസ്റ്റ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പൂടെ നമുക്ക് ഈ ടൈമിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഡേറ്റ്സിൻ്റെ പേസ്റ്റൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് മധുരമുണ്ട്. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയിൽ നിന്ന് ഒരു കട്ട മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മധുരമൊക്കെ ചേർക്കുമ്പോൾ മധുരം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ശർക്കര മാത്രം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അപ്പോൾ കറി നല്ലതുപോലെ ഒന്ന് വറ്റി കുറിയൊക്കെ വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കി കറിയൊക്കെ നല്ല വറ്റി നല്ല കളറൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡേറ്റ്സ് പുളിങ്കറി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വില്ലയിലെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത്.
സുമി എന്നാണ് പേര്. സുമി, ഒത്തിരി താങ്ക്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.